ഡബ്ലിൻ ഇംഗ്ലീഷ് മലു എന്ന ഈ ഒരു ചാനലിലേക്ക് എൻ്റെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ എല്ലാം ഒരു സപ്പോർട്ടും കൊണ്ടും അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ഒരു കരുതലും കൊണ്ടും മാത്രമാണ് ഈ ഒരു ചാനൽ ഇത്രയെങ്കിലും കുഞ്ഞു രീതിയിലെങ്കിലും ഒന്ന് കയറി വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ യാത്രകളെക്കുറിച്ച്, ഫുഡുകളെക്കുറിച്ച്, അതുപോലെ തന്നെ പിൽഗ്രിമേജിനെ കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ ചെറുതായിട്ട് രീതിയിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതുപോലെ നിങ്ങൾ ഓരോ കാര്യങ്ങളും എൻജോയ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഒരു 1000 സബ്സ്ക്രൈബിലേക്ക് നമ്മൾ അടുക്കാറായി. ഒത്തിരിയേറെ സന്തോഷം. ആക്ച്വലി നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു ചാനൽ കൊണ്ടുവരിക, അല്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡെവലപ്പാക്കി കൊണ്ടുവരിക എന്നുള്ളത്. ഫൈനലി അത് കുറച്ചൊക്കെ നന്നായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് അതിന് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൃപാസനത്തെക്കുറിച്ചാണ്. വീണ്ടും കൃപാസനത്തിൽ നമ്മൾ ഉടമ്പടി എടുക്കുക, അല്ലെങ്കിൽ ഉടമ്പടി എടുത്ത് നമ്മൾക്ക് ആ ഒരു 90 ദിവസം, നമ്മുടെ ഉടമ്പടി പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 days ആണല്ലേ. ഏകദേശം 3 മാസത്തോളം നമുക്ക് വരുന്ന ആ ഒരു പീരീഡാണ് നമ്മുടെ ഉടമ്പടി ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ ഉടമ്പടി ടൈമിൽ നമ്മൾ ഉടമ്പടി എടുത്തിട്ട് നമ്മൾ വയ്ക്കുന്ന 6 നിയോഗങ്ങൾ നമുക്ക് സാധിച്ച് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നത് എന്നാണ് നമ്മൾ ജസ്റ്റ് നോക്കാൻ പോകുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ വയ്ക്കുന്ന 6 നിയോഗങ്ങൾ ചിലപ്പോൾ സാധിച്ച് കിട്ടിയെന്ന് വരത്തില്ല. ചിലപ്പോൾ ഒരു നിയോഗങ്ങൾ പോലും നമ്മൾ സാധിച്ച് കിട്ടിയെന്ന് വരത്തില്ല. ഈ ഒരു പീരീഡിൽ നമ്മളപ്പം ഈ 90 ദിവസം കൊണ്ട് നമ്മുടെ 6 നിയോഗങ്ങൾ ഒരു പക്ഷേ സാധിച്ച് കിട്ടാം, ഒരു പക്ഷേ സാധിച്ച് കിട്ടാതിരിക്കാം അല്ലേ. പലരുടെയും എക്സ്പീരിയൻസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ചില സമയങ്ങളിൽ നമ്മുടെ ഒരു നിയോഗങ്ങൾ പോലും ചിലപ്പോൾ സാധിച്ച് കിട്ടാതെ വരുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ചില നിയോഗങ്ങൾ സാധിച്ച് കിട്ടുന്നു, ചില നിയോഗങ്ങൾ സാധിച്ച് കിട്ടാതെ വരുന്നു. അങ്ങനെ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കഷനായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കാം, നമ്മുടെ 90 ദിവസത്തെ ആ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് നമ്മൾ ഈ 90 ദിവസം കഴിഞ്ഞിട്ടും നമ്മുടെ ഒരു നിയോഗങ്ങളും സാധിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഒരു പക്ഷേ അത് നമ്മുടെ പ്രാർത്ഥനയുടെ ഒരു ഇതായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം പൂർണ്ണമായിട്ട് അതിനോട് യോജിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. ഇല്ല, നമ്മൾ പ്രാർത്ഥന ചെയ്യുന്ന രീതിക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഉറപ്പായിട്ടും ഒരു ആളുടെ ഹെൽപ്പ് അല്ലെങ്കിൽ കൗൺസിലിംഗ് നമുക്ക് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ കൃപാസനത്തിൽ ഒരു പ്രാവശ്യം സെക്കൻഡ് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഞാൻ പോയി വിസിറ്റ് ചെയ്ത സമയത്ത് അന്ന് ഒരു ഡിസ്കഷനിൽ ഞാൻ കേട്ടൊരു കാര്യം ഞാൻ പറയാം. ഒരു ചേച്ചി ആക്ച്വലി 6 തവണ അല്ലെങ്കിൽ 7ാമത്തെ തവണയെന്ന് എനിക്ക് തോന്നുന്നു ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, നമുക്ക് ആ ഒരു ലിസ്റ്റ് ഓഫ് കാര്യങ്ങൾ തരുന്നുണ്ട്. നമ്മുടെ പേപ്പറിലുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഉടമ്പടിയിൽ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ ഉടമ്പടി എടുത്തു എന്നുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. അപ്പോൾ കാരണം നമ്മൾ ഓരോ ഉടമ്പടി പുതുക്കുമ്പോഴും നമ്മൾക്ക് നമ്മുടെ ഉടമ്പടി രസീതിൻ്റെ അകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് എഴുതി തരുന്നുണ്ട് അവർ. അപ്പോൾ അവർക്കറിയാം എത്രമാത്രം നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ടുണ്ട്, എത്രമാത്രം ഉടമ്പടിയാണെന്ന് അവർക്കറിയാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളിങ്ങനെ ലൈനിൽ നിൽക്കുന്ന സമയത്ത്, ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു ലൈനിൽ നിൽക്കുന്ന സമയത്ത്, എൻ്റെ തൊട്ട് മുന്നിൽ നിന്ന് ചേച്ചി ഏകദേശം ഒരു 7ാമത്തെ തവണ ഉടമ്പടി എടുക്കുന്നത്. പക്ഷേ ഈ ചേച്ചിയുടെ ഒരൊറ്റ നിയോഗങ്ങൾ പോലും ഈ 7 പ്രാവശ്യം ഉടമ്പടി എടുത്തിട്ടും സാധിച്ച് കിട്ടിയിട്ടില്ല. നമ്മൾ 7 പ്രാവശ്യം ഉടമ്പടി പുതുക്കി പോകുന്നല്ലാതെ, പക്ഷേ നമ്മുടെ ഉടമ്പടിയിൽ എടുത്തിരിക്കുന്ന കാര്യങ്ങൾ സാധിച്ച് കിട്ടിയോ അല്ലെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, എന്തുകൊണ്ട് സാധിച്ച് കിട്ടിയില്ല എന്നുള്ളൊരു വിശകലനം ചെയ്യാത്ത രീതിയിൽ ആണ് ആ ചേച്ചി വന്നതെന്ന്. അപ്പോൾ ചേച്ചിയോട് ഞാൻ അവിടെ ഇരിക്കുന്ന ഫില്ല് ചെയ്യാൻ സഹായിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ഇത്രയും ഉടമ്പടി എടുത്തു, പക്ഷെ നമ്മുടെ നിയോഗങ്ങൾ സാധിച്ച് കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തോ കുഴപ്പമുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനാ രീതികളിലോ അല്ലെങ്കിൽ നമ്മളിൽ തന്നെ എന്തൊക്കെയോ ഇതുള്ളത് കൊണ്ടാവാം ഒരു പക്ഷേ നമ്മുടെ നിയോഗങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടാത്ത, അല്ലെങ്കിൽ സാധിച്ച് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുന്നത്. അപ്പം ആ പുള്ളിക്കാരി അന്ന് അവിടെ നിന്ന് ആ ഒരു പ്രേക്ഷിത വേല ചെയ്യുന്ന ഒരാൾ പറഞ്ഞൊരു കാര്യം ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 6 പ്രാവശ്യം നിയോഗങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം എഫേർട്ട് അതിൻ്റെ അടുത്ത് ഓണസ്റ്റായിട്ട് ഇടുന്നുണ്ടായിരിക്കാം അല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ സ്റ്റിൽ നമുക്ക് സാധിച്ച് കിട്ടുന്നില്ല.
അപ്പം നമ്മൾക്ക് ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ 3 മാസം കഴിയുമ്പോഴും നമ്മുടെ ഉടമ്പടി പുതുക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ നമ്മുടെ നിയോഗങ്ങളിലേക്ക് എത്രമാത്രം നമ്മൾ ഇറങ്ങി ചെല്ലുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്കത് പൂർണ്ണമായിട്ട് സാധിച്ച് കിട്ടുന്നുണ്ടോ, അതിലെന്താണ് കുഴപ്പം നമ്മൾ പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. സോ ആ ചേച്ചി ഞങ്ങളോട് പറഞ്ഞൊരു കാര്യത്തെക്കുറിച്ച് ഞാനിപ്പോൾ വിശകലനം ചെയ്യുകയാണ്. കാരണം അവിടുത്തെ പ്രേക്ഷിത വേല ചെയ്യുന്ന ആളെന്ന് പറയുമ്പം അവിടുത്തെ കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരാളായിരിക്കാം അല്ലേ. സോ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് കേട്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു പ്രാവശ്യത്തെ 3 മാസത്തെ ഉടമ്പടി എടുത്ത് നമുക്ക് സാധിച്ച് കിട്ടുന്നില്ല, കാര്യങ്ങൾ സാധിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് അച്ഛനെ മീറ്റ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരെ മീറ്റ് ചെയ്തിട്ട് നമ്മുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് സിറ്റുവേഷൻ. നമ്മുടെ ഉടമ്പടി എടുത്ത് രണ്ടാമത്തെ ഉടമ്പടിയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എൻ്റെ കാര്യങ്ങളൊന്നും സാധിച്ചു കിട്ടിയിട്ടില്ല. ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമോ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവർ ആ സിറ്റുവേഷൻസ് ചോദിച്ച് മനസ്സിലാക്കി ഒരു പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങൾ നമുക്ക് പറഞ്ഞു തരാൻ സാധ്യതയുണ്ട്. ഓഫ് കോഴ്സ് നമുക്ക് അങ്ങനെ സാധിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ടും ആരെങ്കിലും പോയി നമ്മൾ മീറ്റ് ചെയ്ത് അതെന്തുകൊണ്ട് സാധിച്ച് കിട്ടുന്നില്ല എന്നുള്ളൊരു വിശകലനമായിട്ടുള്ള കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനോ ഒക്കെ ആവശ്യമാണെന്ന് എനിക്കും തോന്നുന്നു. കാരണം അന്ന് പുള്ളിക്കാരി അതാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് സാധിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുകളിലുള്ള ആരാണോ അവരെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് എന്തുകൊണ്ട് സാധിച്ച് കിട്ടുന്നില്ല, ഞാൻ എന്തെങ്കിലും പ്രാർത്ഥനാ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമോ, എന്താണ് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവർ ആ കാര്യങ്ങൾ പറഞ്ഞു തരും എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. മനസ്സിലായില്ലേ? അപ്പം ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് അങ്ങനെ വരുന്ന സമയത്ത്. നമ്മൾ എന്താ പറയുക, നമ്മൾ ഉടമ്പടിയിലാണ്, പക്ഷേ ഉടമ്പടി പല തവണ എടുത്തിട്ടും നമ്മുടെ ഒരു കാര്യങ്ങളും സാധിച്ച് കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടെ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് സാധിച്ച് കിട്ടാതിരിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ആലോചിക്കുക, നമ്മുടെ ഈ ഒരു ഏകീകൃതമായ ഈ ഒരു വലിയ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു പ്രാർത്ഥനയാണ് അല്ലേ. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കി കൊണ്ടുവരുന്ന കുറേ മാറ്റങ്ങൾ. ഫോർ ഇൻസ്റ്റൻസ് നമുക്ക് പറയാം, ഇപ്പം മദ്യപിക്കുന്ന ഒരാളാണ്, നമുക്ക് ഒത്തിരി ദുശ്ശീലങ്ങളുള്ള ആളുകളുണ്ടാവാം അല്ലേ. ഇപ്പോൾ ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ കാണാം, മദ്യപാനം നടത്തുന്ന ആളുകളുണ്ടാവാം, അങ്ങനെ എന്തൊക്കെ ദുശ്ശീലങ്ങളുണ്ട്. അപ്പോൾ ഈ ദുശ്ശീലങ്ങൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലിരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഉടമ്പടി കണ്ടിന്യൂ ചെയ്ത് പോകുന്നതുകൊണ്ടോ നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. ഞാനൊരു ഇൻസ്റ്റൻസ് ആയിട്ട് പറയുകയാണ്, ഒരു ഉദാഹരണമായിട്ട് പറയുകയാണ്. അങ്ങനെ അതുപോലെ നമ്മൾ പ്രാർത്ഥനയിൽ അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാതെ നമ്മൾ എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒരു ഈസി പോളിസി എന്നുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു പക്ഷേ ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ ആ ചേച്ചിയുടെ ഒരു കാര്യത്തിൽ വെച്ച് നോക്കുമ്പം അവരുടെ ഇഷ്യൂ എന്താണെന്ന് എനിക്കറിയത്തില്ല പേഴ്സണലി. ഞാനൊരു വലിയ കൗൺസിലറൊന്നുമല്ല. കാരണം ബിക്കോസ് അതറിയാവുന്ന ആളുകൾക്ക്, ബിക്കോസ് അച്ഛൻ എന്ന് പറയുമ്പോൾ, നമ്മുടെ അച്ഛൻ എന്ന് പറയുമ്പോൾ, കൃപാസനത്തിലെ അച്ഛൻ എന്ന് പറയുമ്പം അതിനെക്കുറിച്ച് ധാരണയുള്ള ഒരാളാണ്. അപ്പോൾ അച്ഛനോട് ചോദിച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ കൗൺസിലേഴ്സോ അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളുകളോട് ചോദിച്ച് ഞാനിനി എന്താണ് ഫർദറായിട്ട് ചെയ്യേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിരുന്ന ഏറ്റവും വലിയൊരു ആവശ്യമാണ് ആക്ച്വലി. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ നമുക്കറിയാൻ പറ്റും നമ്മൾ ഏത് രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, നമ്മുടെ എന്തെല്ലാം പ്രോബ്ലങ്ങൾ കൊണ്ടാണ് നമ്മൾക്കിത് സാധിച്ച് കിട്ടാത്തത്, അല്ലെങ്കിൽ ഞാൻ ഇതിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ കുറച്ചും കൂടെ അറിയാവുന്ന വ്യക്തികളാണല്ലേ. അപ്പം അത് നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾക്ക് അച്ഛനെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അവർ ഓഫ് കോഴ്സ് നമുക്ക് അച്ഛനെ കാണേണ്ട ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛനെ കാണാൻ സാധിക്കും. ബിക്കോസ് അച്ഛൻ അത്രയും ബിസിയുള്ള ഒരാളാണ്. അപ്പോൾ എല്ലാവരെയും കാണാനൊന്നും സാധിച്ചു എന്ന് വരത്തില്ല. ബട്ട് സ്റ്റിൽ നമ്മുടെ ഇത്രയും വലിയൊരു ആവശ്യമാകുമ്പോൾ ഓഫ് കോഴ്സ് അച്ഛൻ അതിൽ ഇടപെട്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരിടപെട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ നിയോഗങ്ങൾ സാധിച്ച് കിട്ടാതെ നമ്മൾ ഉടമ്പടി പുതുക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് എന്നുള്ളത് കാര്യം ചിന്തിച്ച് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കാര്യം ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം നമ്മുടെ കാര്യങ്ങൾ സാധിച്ച് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഉടമ്പടി പുതുക്കാം, വേണമെങ്കിൽ നമുക്ക് ഉടമ്പടിയിൽ നിന്ന് ഇറങ്ങാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പോൾ ഞാൻ 2 ഉടമ്പടി എടുത്തിട്ടുള്ളൂ. 2 ഉടമ്പടി കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ ഇറങ്ങി. ബിക്കോസ് അത് കഴിയുമ്പോൾ എനിക്ക് യാത്ര പോകാറായി. അങ്ങനെ ആവശ്യമുള്ളപ്പോൾ നമ്മൾക്ക് നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ഈ ഉടമ്പടിയുമായിട്ടുള്ളൊരു വലിയൊരു കമ്മിറ്റ്മെൻ്റ് ആണല്ലോ. അപ്പോൾ നമുക്കത് പൂർണ്ണമായിട്ടും നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കുകയില്ല ബിക്കോസ് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയൊരു കൺട്രിയിലേക്ക് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഒത്തിരി ടൈം നമുക്ക് ആവശ്യമാണ് ഇത് ചെയ്യാൻ. ബിക്കോസ് നമുക്ക് കറക്റ്റ് സമയത്ത് എണീക്കണം, പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അപ്പം നമ്മുടെ പുതിയൊരു ജോലി സ്ഥലത്തേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ രാജ്യത്തേക്ക് പോകുമ്പോഴോ നമുക്കതൊന്നും സാധിച്ചു എന്ന് വരത്തില്ല ആദ്യം. പിന്നെ നമുക്ക് എപ്പോഴാണോ ഉടമ്പടി പുതുക്കാൻ തോന്നുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്, അന്ന് നമുക്ക് ഉടമ്പടി നാട്ടിൽ വരുന്ന സമയത്തോ ഒക്കെ ഉടമ്പടി പുതുക്കി പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാം.
അതിനൊരു കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ ഉടമ്പടി എത്രമാത്രം ഒരു 100 50 ഉടമ്പടിയോ അല്ലെങ്കിൽ 5 ഉടമ്പടി 6 ഉടമ്പടി എത്ര ഉടമ്പടിയായിട്ട് എത്ര എടുക്കുന്നതായിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി നമ്മൾ പ്രാർത്ഥനയിൽ അത്രമാത്രം ഏകീകൃതമായ കാര്യങ്ങൾ ചെയ്ത് നമ്മളുടെ കാര്യങ്ങൾ സാധിച്ച് കിട്ടുന്നുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതും ഏറ്റവും വലിയൊരു അത്യാവശ്യമാണ്. ഇനി ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടപ്പെട്ടവരെ കണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള മറു കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതും ഏറ്റവും വലിയൊരു അത്യാവശ്യമാണ്. ഓക്കെ, അപ്പം ഉടമ്പടിയിൽ ഇങ്ങനെയൊരു ഓപ്ഷനും കൂടി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു പക്ഷേ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഒത്തിരി പേരാണ് ഉടമ്പടി എടുത്തിട്ട് കിട്ടാതെ ഉടമ്പടി നിയോഗങ്ങൾ കിട്ടാതെ വന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് വേണം വീണ്ടും ഉടമ്പടി എടുക്കാൻ. അപ്പോൾ ഉടമ്പടിയിൽ നിയോഗങ്ങൾ സാധിച്ച് കിട്ടാതെ വീണ്ടും ഉടമ്പടി പുതുക്കിക്കൊണ്ട് ഒരു പ്രയോജനമില്ല. അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഉടമ്പടി പുതുക്കലിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തെന്നോട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ട് കേട്ടോ.